ആകാശത്ത് നിന്നും ദൈവമാണ് വലിയവൻ എന്ന് അർത്ഥം വരുന്ന അള്ളാഹു അക്ബർ എന്നുള്ള വചനങ്ങളിങ്ങനെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ എത്തണം, പക്ഷെ ഇവിടെ ഒരു ഡോക്ടറെ എത്തിയിട്ടേ എത്താൻ പറ്റുള്ളൂ. സിസ്റ്റർ പറഞ്ഞു ഡോക്ടർ എത്താറായില്ലേ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളിവിടെ വരുന്ന രോഗികളെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തെക്കാളും പ്രധാനമാണെന്ന് പറഞ്ഞു. അതല്ല വേഗം പോയിക്കോളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവരെത്തിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്നൊരു കഥ ഓർത്തു. ഹജ്ജിന് വേണ്ടിയിട്ട് പണം സ്വരൂപിച്ച് അറിയാലോ, ലക്ഷങ്ങൾ ചിലവ്, അന്നത്തെ ഏറ്റവും ലക്ഷറി ചിലവ്. പക്ഷേ അന്ന് അയൽവക്കത്തെ ഒരാൾക്ക് എന്തോ ഒരു വലിയ ബാധ്യത വന്നപ്പം ആ പണം മുഴുവൻ അയാൾക്ക് കൊടുത്ത് ഹജ്ജിന് പോകാൻ പറ്റാത്തൊരു മനുഷ്യനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഓർമ്മ വന്നുപോയി. പ്രവാചകരോട് ആരോ ചോദിച്ചു, ഈ വർഷത്തെ ഹജ്ജ് ഏറ്റവും സ്വീകരിക്കപ്പെട്ട ഹജ്ജ് ആരതാണെന്ന് ചോദിച്ചു. ആ ഹജ്ജിന് പോകാൻ പറ്റാത്ത എന്നാൽ പാവപ്പെട്ടവരെ സഹായിച്ച ആ മനുഷ്യൻ്റെതാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതിനൊക്കെ വേണ്ടി വല്ലാതെ തർക്കിക്കും. നിസ്കാരം എത്രയാണ്, ഇത്രയാണ്, അവിടെ ഗോവ നിരോധനമുണ്ട്, ഈ നിരോധനമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതൊന്നുമല്ല ദൈവത്തിന് മുമ്പിൽ ഏറ്റവും പ്രീതിയുള്ള കാര്യം. പരിചരണം, കെയർ, സഹായം, ഇതൊക്കെ തന്നെയാണ്. അതിലേക്കാണ് എല്ലാവരും, ഏത് ജാതി മത ഭിന്നപ്പെട്ടവരാണെങ്കിലും അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ആ ഹജ്ജിന് പോകാത്ത മനുഷ്യന് ഏറ്റവും ഫസ്റ്റ് സ്വീകരിക്കപ്പെട്ട ഹജ്ജായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിലോസഫി നമ്മോട് പതിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഇന്ന് കുറച്ച് മുമ്പ് ഇവിടെ ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും 2 പേരെ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്നു പൂവത്തിക്കൽ നിന്ന ഭാഗത്തുനിന്ന്. ഉസ്താദ് ആ പള്ളിയിൽ, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ട ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പെരുന്നാൾ ആ വേദിയിൽ ഏറ്റവും കൂടുതൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആൾ അതിന് വേറെ ആളോടെ ചുമതലപ്പെടുത്തിയിട്ട് ഈ രോഗി രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വണ്ടിയിലെടുത്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ കുറച്ച് മുമ്പാണ് അവരിവിടുന്ന് പോയത്. ഞാനും ആലോചിച്ചു, അതൊക്കെ തന്നെയല്ലേ ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആണ്. നമ്മുടെ ജീവിതം ഒരുപാട് മാറണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം ആരണമെന്നും അങ്ങനെയൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്നും ഫോക്കസ് ചെയ്യേണ്ട കാര്യമല്ല. ദൈവം കറൻറ്റ് റിയാലിറ്റി ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തർക്കിക്കേണ്ട കാര്യമല്ല. നമ്മളെ കാര്യം മനുഷ്യരെ സ്നേഹിക്കുക, സേവിക്കുക, സ്നേഹിക്കുക, കരുണ ചെയ്യുക, ഇതൊക്കെയാണ്. അതാണ് ആചാരം, അതാണ് വിശ്വാസം, അതാണ് മതം.